ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മിനി പിസന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇളം ചൂടുള്ള പാല് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പാലും നമ്മൾ വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചൂടാക്കി എടുത്തത്. ഇളം ചൂട് മതി. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആട്ടാ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഈസ്റ്റ് ഉള്ളതെങ്കിലും കുഴപ്പമില്ല, അതങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഇൻസ്റ്റന്റ് ഈസ്റ്റ് എടുത്തുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ആ ഒരു സമയത്ത് തന്നെ വേഗം പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഈസ്റ്റ് ഉള്ളതെങ്കിൽ, നിങ്ങൾ ഡ്രൈ ഈസ്റ്റ് ആണ് എടുത്തതെങ്കിൽ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത ശേഷം പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാറ്റർ ചെയ്തിട്ടെടുക്കാം. ഇത് നിങ്ങൾ ചെയ്ത് കഴിയുന്ന സമയത്ത് ബാറ്റർ നല്ല ലൂസായിട്ട് ഇരിക്കുന്നെങ്കിൽ കുറച്ചുകൂടി മൈദ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. അഥവാ നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നെങ്കിൽ ഇളം ചൂടുള്ള പാലോ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ ബാറ്റർ ചെയ്തിട്ടെടുക്കാം. ഈ ഒരു ബാറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ പിസന്റെ ബേസ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിപ്പം 2 ടീസ്പൂണ് ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒലിവ് ഓയിൽ കയ്യിലുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ബാറ്റർ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയത്തേക്ക് നമുക്ക് പിസ്സ സോസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഉള്ളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 5 വെളുത്തുള്ളി, പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിൻ്റെ ആ മേലത്തെ പോർഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് 4 സൈഡ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇതെല്ലാം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഒരു 2 വിസിൽ അടുപ്പിച്ചിട്ടെടുക്കാം, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് അത് മാത്രം ആക്കിയിട്ടെടുത്തിന്. ഇനി നമുക്ക് ഈ തക്കാളിൻ്റെ ആ തൊലി ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചിട്ടെടുക്കാം. അപ്പോൾ അത് നല്ലോണം അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത് വന്ന ആ ഒരു തക്കാളിൻ്റെ ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഓയിലിൽ നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇത് ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ അതിലേക്ക് 3 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ചേർക്കുന്ന സമയത്ത് ഫസ്റ്റ് ആ തക്കാളിൻ്റെ പുളിപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂണ് അങ്ങനെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് വറ്റിച്ചെടുത്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ ഒരു രീതിയിൽ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഈ ഒരു രീതിയിൽ സ്ക്വയർ ആയിട്ട് അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ സാധാ മുളകും മഞ്ഞളും ഉപ്പും അങ്ങനെ ചേർത്തിട്ടുള്ള കേട്ടോ. എക്സ്ട്രാ മസാല വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ചിക്കൻ നമുക്ക് പാനിലേക്ക് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇത് ഫ്രൈ ആക്കുന്ന സമയത്ത് അങ്ങനെ ഓവറായിട്ട് അങ്ങനെ ഫ്രൈ ആക്കരുത്. പിന്നെ ആ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ ചെറിയ രീതിയിൽ 2 സൈഡും തിരിച്ചും മറിച്ചു വിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതാ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ പിസ്സൻ്റെ ബാറ്റർ ഈ ഒരു രീതിയിലാട്ടോ ഉള്ളത്. ഇത് ഫസ്റ്റ് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. അത് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാട്ടാ ബോട്ടിലേക്ക് മാറ്റിയെടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ഉള്ള ബോട്ടിലാട്ടാ ഞാൻ എടുക്കുന്നത്. അതിൻ്റെ ഇതാ ടോപ്പിന് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക ഈ ഒരു രീതിയിൽ. പിന്നെ ഇതാ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെജീസ് കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ കോൺ എടുത്തിട്ടുണ്ട്, പിന്നെ കാപ്സിക്കം ഗ്രീൻ എടുത്തിട്ടുണ്ട്, അതുപോലെ ബ്ലാക്ക് ഒലിവ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ വെജിറ്റബിൾസ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് എടുക്കാം. അപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു ഇതിൽ ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഫസ്റ്റ് 2 ഒഴിച്ചിട്ട് അങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാ നിങ്ങളെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഒഴിച്ചു കൊടുത്ത ശേഷം സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു രീതിയിൽ പരത്തി കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ആ പിസ്സ സോസ് ഈ ഒരു രീതിയിൽ ഇതിന് മേലെ തേച്ച് കൊടുക്കാം. പിന്നെ ഇതാ ഞാൻ മോസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു രീതിയിൽ ഇതിന് മേലെ വെച്ച് കൊടുക്കാം. ചീസ് വെക്കുന്നതല്ലോ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവ് വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ച ഉള്ളി വെച്ച് കൊടുക്കാം. അതുപോലെ കാപ്സിക്കം വെച്ച് കൊടുക്കാം. പിന്നെ കോൺ വെച്ച് കൊടുക്കാം. ഒലീവ്സ് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ആക്കി എടുത്ത് വെച്ച് ആ ചിക്കൻ ഇതിന് മേലെ വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏതാണെന്ന് വെച്ചാൽ അതങ്ങനെ വെച്ച് കൊടുക്കാം. തക്കാളി വേണമെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പോൾ ഇതാ അതെല്ലാം വെച്ച് കൊടുത്തിട്ട് അതിന് മേലെ കുറച്ച് മോസറല്ല ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ച് ഒറിഗാനോ കൈകൊണ്ട് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ചില്ലി ഫ്ലേക്സും കുറച്ചൊന്ന് മേലെയായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ആക്കിയിട്ടെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിൻ്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത് ആ മേലെയുള്ള ആ ഒരു ചീസ് മെൽറ്റാവുന്ന ആ ഒരു ടൈമാട്ടോ. ഞാൻ പിന്നെ 3 ഇട്ടിട്ടാട്ടോ ചെയ്തെടുത്തത്. 3 അങ്ങനെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പിസ്സ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.